അസ്സലാമലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബാൽക്കണി, അതായത് കൊച്ചു ബാൽക്കണി ആയിക്കോട്ടെ വലുതായിക്കോട്ടെ, നമുക്ക് എവിടെയാണ് ചെടികൾ വളർത്താൻ പറ്റുക, എങ്ങനെ ഓരോ ബാൽക്കണി, നമ്മളിപ്പോൾ ചെറിയ ബാൽക്കണിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത്ര കാലം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. പലർക്കും സംശയം ഉണ്ടാകും, ഒരു ബാൽക്കണിയിൽ ഒരു തോട്ടം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചിലർക്ക് എത്ര ചെടികൾ വെച്ചു എങ്ങനെ നോക്കിയാലും പിടിക്കില്ല. അപ്പോൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യം എന്താ? സൂര്യപ്രകാശം അല്ലേ? അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ എപ്പോഴാണ് എത്ര മണിക്കൂർ കിട്ടും എന്നൊക്കെ ഒന്ന് ആദ്യമേ നിരീക്ഷിക്കണം. ബാൽക്കണിയിൽ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ വെയിൽ കിട്ടുമെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. അവിടെ നമുക്ക് തക്കാളി വളർത്താം, പച്ചമുളക് വളർത്താം, അതുമല്ലെങ്കിൽ വെണ്ടക്ക വരെ നന്നായിട്ട് വിളഞ്ഞ് കിട്ടും. പൂക്കളാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് പല കളറിലും പല തരത്തിലുമുള്ള ചെമ്പരത്തി പൂക്കൾ കിട്ടും അല്ലേ? അതുപോലെ അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ. സീനിയാസ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതുപോലെ പെറ്റൂണിയാസും പല കളറിൽ നമുക്ക് കിട്ടുന്നതാണ്. അത് ആ ബാൽക്കണിയെ തന്നെ മാറ്റിമറിക്കും. അതുപോലെ ചെട്ടിപ്പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് ചെട്ടിപ്പൂക്കൾ വളർത്താം. ബോഗൻവില്ലാസ് ഏത് കളറിൽ വേണമെങ്കിലും ചട്ടിയിൽ വളർത്താവുന്നത് നമുക്ക് അവൈലബിളാണ്. അതുപോലെ റോസപ്പൂക്കൾ ഇഷ്ടമാണെങ്കിൽ റോസപ്പൂക്കളും വളർത്താം. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. വെയിൽ കുറവാണെങ്കിൽ നമുക്ക് പുതിന, മല്ലിച്ചപ്പ്, ചീര, പിന്നെ അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് എത്ര വേണമെങ്കിലും വളർത്താം. പല തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സും നമുക്ക് കിട്ടുന്നതാണ്. ചീരയും പലതരത്തിലുള്ള ചീരകൾ വളർത്താം. ഞാൻ എൻ്റെ ബാൽക്കണിയിൽ നിറച്ചുണ്ടായിരുന്നു. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കുറച്ചൊന്ന് വിളവെടുപ്പൊന്ന് കുറവാണ് കേട്ടോ. വെയിറ്റ് മാനേജ്മെൻറ്റ് നടത്തണം കേട്ടോ. അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഭയങ്കര വെയിറ്റുള്ള ചട്ടികളും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. പ്ലാസ്റ്റിക് ചട്ടി, അതുപോലെ ഗ്രോ ബാഗ്സ്, അതിലൊക്കെ നമ്മൾ ചകിരിച്ചോറ് അധികം ഉപയോഗിക്കാൻ ശ്രമിക്കണം. സാധാരണ മണ്ണ് നിറച്ചാൽ ഭാരം കൂടും. അപ്പോൾ ചകിരിച്ചോറ് കൂടുതൽ എടുക്കുക. മണ്ണും കമ്പോസ്റ്റൊക്കെ സമാസമോ. ചട്ടികളിൽ വെള്ളം കെട്ടി നിന്നാൽ വേരുകൾ ചീഞ്ഞ് ചെടി ഉണങ്ങിപ്പോവും. അപ്പോൾ എല്ലാ ചട്ടിയിലും അടിയിൽ ദ്വാരം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. തറ കേടാകാതിരിക്കാൻ നമുക്ക് ചട്ടികൾക്ക് താഴെ ട്രേ വെച്ചു കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഉയരമുള്ള ഫ്ലാറ്റുകളിലെ ബാൽക്കണി ശക്തമായ കാറ്റായിരിക്കും അല്ലേ? അതുകൊണ്ട് ചെടികൾ ചട്ടി അടക്കം മറിഞ്ഞു വീണ് മണ്ണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വലിയ ചെടികൾക്ക് താങ്ങ് കൊടുക്കണം കേട്ടോ. താങ്ങ് സപ്പോർട്ട് എന്തെങ്കിലും കൊടുക്കണം. അതുപോലെ മണ്ണ് ഉണങ്ങിയോന്ന് അറിഞ്ഞിട്ട് നനച്ചും കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പോട്ടിംഗ് മിശ്രിതമാണ്. സാധാരണ മണ്ണ് കട്ടിയായി പോകില്ലേ? അപ്പം മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് തുല്യ അളവിൽ ചേർക്കുക. ചകിരിച്ചോറ് കുറച്ച് കൂട്ടിയെടുക്കണമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് വേരുകളിലെ വായുസഞ്ചാരം കൂട്ടാനും ഈർപ്പം നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനമാണ് വെള്ളം. ദിവസേനയുള്ള നനയ്ക്കൽ എന്തായാലും ചട്ടിച്ചെടിക്ക് ആവശ്യമുള്ളതാണ്. നിലത്തുള്ള സാധാരണ ചെടിയെക്കാട്ടിലും വെള്ളം പെട്ടെന്ന് ഉണങ്ങുന്ന ചട്ടിയിലായിരിക്കും. അപ്പോൾ ദിവസം രാവിലെയോ വൈകുന്നേരമോ അത് ഈർപ്പുണ്ടോ ഇല്ലയോ എന്ന് തൊട്ട് നോക്കിയിട്ട് നനച്ചു കൊടുക്കണം. വേനൽക്കാലത്ത് 2 നേരവും നനയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം. ബാൽക്കണിക്ക് ചുറ്റും ഇങ്ങനത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലൂടെ അടിക്കുന്ന സൂര്യപ്രകാശത്തിന് ചൂട് കൂടുതലായിരിക്കും. ചെടി ഉണങ്ങിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ചെടി വെക്കാതിരിക്കുക. ബാൽക്കണിയിൽ സ്ഥലം കുറവാണെങ്കിൽ നമുക്ക് വാൾ പ്ലാന്ററുകൾ ഭിത്തിയിൽ ഘടിപ്പിച്ച് ഫ്രെയിമുകളിൽ പ്ലാസ്റ്റിക് പോട്ടുകൾ നിരനിരയായി വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ പാലറ്റ് ഗാർഡന് പഴയ പലകളൊക്കെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ മണ്ണ് നിറച്ച് തടങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ടും ചെടികൾ നടാം. അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കിയിടാം. ഹാങ്ങിങ് പോട്ട്സ് മേലെ സീലിങ്ങിൽ അങ്ങനെ തൂക്കിയിടാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഗ്രില്ലുകളിൽ തൂക്കിയിടാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോങ് പോട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഇങ്ങനെ ഓരോ തിണ്ടുകൾ ഉണ്ടെങ്കിൽ തിണ്ടുകളിൽ ചട്ടികൾ എടുത്ത് വെക്കാം. അപ്പുറത്തേക്ക് മറിഞ്ഞു പോകരുത്. ഇതും പാലറ്റ് ഗാർഡൻ പോലെ തന്നെ. പിന്നെ മേലെ ഇങ്ങനെ സീലിംഗ് പോലെ അടിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മൾട്ടി പോട്ട്സ് ഇങ്ങനത്തെ കിട്ടുമെങ്കിൽ അത് ഒരു മൂലയ്ക്ക് വെച്ചാൽ ഒരുപാട് ചെടികൾ വളർത്താം. ഇത് ഒരു വാൾ പ്ലാന്ററാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ചട്ടികൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് അത് ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നോളും.
ഇത് കണ്ടില്ലേ, ചുമരിൽ തറച്ച ഇങ്ങനെയുള്ളതിലും ഒരുപാട് ചെടികൾ വളർത്താവുന്നതേ ഉള്ളൂ അല്ലേ. ഇത് ടയേർഡ് സ്റ്റാൻഡ്സ് എന്ന് പറയും. മൂലയിൽ ഒരു 3-4 തട്ടുള്ള ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ മരത്തിൻ്റെ സ്റ്റാൻഡുകളിൽ ചട്ടികൾ വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ മേലെ ഒരു വള്ളി വളർത്താവുന്നതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നേരത്തെ പറഞ്ഞ പോലെ പാലറ്റ് ഗാർഡനാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ വാങ്ങാൻ കിട്ടും നമുക്ക്. ഞാൻ കണ്ടില്ല, ഒരു ബക്കറ്റിൽ മേലെ ഒരു കമ്പി വളച്ച് ശംഖുപുഷ്പമാണ് കേട്ടോ, അതാണ് പൂവ് കാണിച്ചത്. ശംഖുപുഷ്പം അതിൽ ഒതുക്കി നിർത്താനുള്ള പ്ലാനാണ്. അപ്പോൾ നിങ്ങൾക്കും ചെറിയൊരു ബാൽക്കണി ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണം, ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും. അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.